ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കും. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി കണ്ഠരര് രാജീവർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരുടെ ജാമ്യ ഹർജികളാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുക. കുറ്റപത്രം നൽകുന്നതിൽ SIT വരുത്തുന്ന കാലതാമസം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിലേക്ക് വഴിയൊരുക്കുന്നുവെന്ന ഹൈക്കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജാമ്യ ഹർജികൾ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഇന്നും ഇപ്പോൾ വിജിലൻസ് കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. എങ്ങനെയാണ് കണ്ഠരരുടെയും അതുപോലെ സുധീഷിന്റെയും ഒക്കെ ജാമ്യ ഹർജി എങ്ങനെയാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക എന്ന ആകാംക്ഷയുണ്ട് ആളുകൾക്ക്. ഒപ്പം സ്വാഭാവിക ജാമ്യം അതിലേക്ക് എത്തിക്കുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതുകൊണ്ടാണല്ലോ. ഇക്കാര്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ച കാര്യമാണ്. ഇത് വിജിലൻസ് കോടതിക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജാമ്യത്തിനുള്ളൊരു സാധ്യത കുറവല്ലേ സുധീഷ് ഇന്ന്? മായ, ഈ കേസുകൾ സംബന്ധിച്ചിടത്തോളം 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അതൊരു സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോകുന്നു അതൊരു നടപടിക്രമം മാത്രമാണ്. ആ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതികളൊക്കെ തന്നെയും ഈ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടി ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പക്കേസിൽ നേരത്തെ ജാമ്യ ഹർജി നൽകിയിരുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ കട്ടിളപ്പാള കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. അല്ലെങ്കിൽ കട്ടിളപ്പാള കേസിൽ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകാതിരുന്നത്. പക്ഷേ ഇന്ന് ഈ കട്ടിളപ്പാള കേസിലെ റിമാൻഡ് കാലാവധിയൊക്കെ അവസാനിച്ച സാഹചര്യത്തിൽ കൂടി, അതായത് 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ജാമ്യ ഹർജിയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ തന്നെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങും. അതായത് കേസിലെ മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർ ഈ സാഹചര്യത്തിൽ കൂടി, അതായത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് SIT വരുത്തുന്ന കാലതാമസം 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ മുരാരി ബാബുവും ശ്രീകുമാറും ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഹൈക്കോടതി ഇത് രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു. കാരണം കേസിലെ പ്രതികൾ അറസ്റ്റിലായതിനു ശേഷം എന്തുകൊണ്ട് ഇവർക്ക് കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നില്ല, SIT ഇതിൽ വീഴ്ച വരുത്തുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഒപ്പം സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജി, സുധീഷ് കുമാറിന്റെ കട്ടിളപ്പാള കേസിലെയും ദ്വാരപാലക ശില്പ കേസിലെയും 2 കേസുകളിലെയും ഒരുമിച്ചുള്ള ജാമ്യ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതും ഈ 90 ദിവസം പൂർത്തിയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനും ഈ കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സുധീഷ് കുമാറും ഈ കേസിൽ നിന്ന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആവുമ്പോൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും ഇന്ന് ജാമ്യം ലഭിക്കും. അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതാൻ, അല്ലേ? സ്വാഭാവിക ജാമ്യം. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാഭാവിക ജാമ്യത്തെ എതിർത്തുകൊണ്ട് SITയും മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥനുമൊക്കെ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവർ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും വാദങ്ങൾ മുന്നോട്ട് വെക്കുമോ എന്നുള്ളതാണ് കോടതി അല്ലെങ്കിൽ നിയമവിദഗ്ധരും ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവിക ജാമ്യ ഹർജി ലഭിക്കുന്നത് തടഞ്ഞുകൊണ്ട് SIT എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുമോ എന്നുള്ള കാര്യമാണ് ഇന്ന് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. പക്ഷേ സുധീഷ് കുമാറിന്റെ കാര്യത്തിൽ ആ ഒരു സാഹചര്യം ഇല്ല. സുധീഷ് കുമാറിന് ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അതിനെ SIT എതിർക്കാനുള്ള ഒരു സാഹചര്യമൊന്നും നിലവിൽ കാണുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം അങ്ങനെയല്ല. അതും കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതുവരെ നടന്ന അറസ്റ്റുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ പോലും ഈ കേസിൽ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് ഏറെ തിരിച്ചടിയാകും എന്ന ഒരു വിലയിരുത്തൽ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാഭാവിക ജാമ്യത്തെ എതിർക്കുന്ന തരത്തിൽ SIT ഏതെങ്കിലും ഒരു നീക്കം നടത്തും എന്നൊരു കാര്യത്തിൽ ആണ് ഇപ്പോൾ ആകാംക്ഷയുള്ളത്. ആ ഒരു നീക്കത്തിലേക്കായിരിക്കും കാര്യം പോകുന്നത്. ഒപ്പം തന്നെയാണ് തന്ത്രി നൽകിയ ജാമ്യാപേക്ഷ, അത് ഈ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ജാമ്യാപേക്ഷയാണ് തന്ത്രിയും നൽകിയിരിക്കുന്നത്. അതിൽ ഇന്ന്
വാദം കേൾക്കുകയും ചെയ്യും. തന്ത്രി സ്വാഭാവികമായും കഴിഞ്ഞ ഈ വാദങ്ങളൊക്കെ ജാമ്യഹർജിയിൽ വാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സ്വർണ്ണ കവർച്ചയിൽ തനിക്ക് നേരിട്ട് പങ്കൊന്നുമില്ല എന്ന് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് താൻ ഇടപെട്ടിട്ടുള്ളതെന്നും തന്ത്രി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് ഏറെ അടുപ്പമുണ്ട് എന്ന തരത്തിലുള്ള ഒരു കേസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ആയിരുന്നു SIT മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് SIT കോടതിയെ അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്ത്രിയുടെ ജാമ്യഹർജിയിൽ വാദം കേൾക്കും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറും ഇവരുടെ ജാമ്യഹർജികൾ പരിഗണിക്കുമ്പോഴാണ് SITക്കും അതൊരു തലവേദനയാകുന്നത്. സുധീഷ് അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉള്ള ദ്വാരപാലക കേസിൽ പാളി കേസിൽ അത് നേരത്തെ ജാമ്യം അനുവദിച്ചതാണ് വിജിലൻസ്. ഇനിയിപ്പോൾ കട്ടളപ്പാളി കേസ് അതാണ് ഇപ്പോൾ ഇന്ന് എടുക്കുന്നത്. 90 ദിവസം പിന്നിട്ടിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, സ്വാഭാവിക ജാമ്യം ഒരു പക്ഷേ ലഭിച്ചേക്കാം. ഇത് മുൻകൂട്ടി അറിയുന്നത് കൊണ്ടുകൂടിയാണല്ലോ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മറ്റു കേസുകൾ കൂടി എടുക്കാൻ നീക്കം നടന്നത്. കേസ് എടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചെക്ക് കേസ് അടക്കം അത് വിജിലൻസിന് മുന്നിലാണോ വരിക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ 1-2 കേസുകൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ എടുത്ത കേസുകളുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ ഈ സ്വാഭാവിക ജാമ്യത്തിൽ നിൽക്കുമോ? ഈ കേസും അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതി അല്ലെങ്കിൽ വിജിലൻസ് SIT പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന കേസുകൾ അത് വിജിലൻസ് കോടതിയിൽ നിൽക്കണമെങ്കിൽ ഈ 2 കേസുകൾ മാത്രമാണ്. അതായത് ദ്വാരപാലക ശില്പ കേസുകളും ശില്പപാളികളിലെയും കട്ടിളപ്പാളിയിലെയും കേസിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിനെതിരെ മറ്റ് നിരവധി കേസുകളുണ്ട്. അതായത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട് എന്ന് വേണം ഈ കേസുകൾ അല്ലെങ്കിൽ ചെക്ക് കേസുകളും മറ്റുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തെ കാണാൻ. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള 2 കേസുകളിലും സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 90 ദിവസം കഴിഞ്ഞ് ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകരും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ ജാമ്യഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറും പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തിറങ്ങുന്നവരുടെ എണ്ണം 4 ആകും. മുരാരി ബാബുവും ഒപ്പം ശ്രീകുമാറുമാണ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ച് കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. ഏതായാലും ഹൈക്കോടതിയുടെയൊക്കെ വിമർശനം രൂക്ഷമായി ഉയരുന്ന സാഹചര്യത്തിൽ കൂടി എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല SITക്ക് അതിനകത്ത് എന്താണ് ഇത്ര കാലതാമസം വരുത്തേണ്ട ഒരു സാഹചര്യം എന്നുകൂടി വിലയിരുത്തലുകൾ ഉയരുമ്പോഴാണ് ഇവരുടെ ജാമ്യഹർജികൾ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ശരി, സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കാൻ പോവുകയാണ്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി കണ്ഠരര് രാജീവർ അടക്കമുള്ളവരുടെ ജാമ്യ ഹർജികളാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുക.